വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ ഞായറാഴ്ച എടുത്തൊരു ഫുട്ടേജും കാര്യങ്ങളൊക്കെയാണ്. ഇത് പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. ഞാനിത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് കാര്യമുണ്ട്. അതായത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25 ഞായറാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് 27 ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വിചാരിച്ചേക്കുന്നത് ഞാൻ ഡെയിലി പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ ഡെയിലി ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറില്ല. നമ്മൾ ആകെ ശമ്പളം കിട്ടുന്ന ആ ഒരു ദിവസം മാത്രം എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കുക. അൽഫാം, ഷവർമ അങ്ങനെ എന്തെങ്കിലും. അല്ലാത്ത ഞായറാഴ്ചകളിൽ നമ്മൾ കൂടുതലുകളും ഞായറാഴ്ച നമുക്ക് നൈറ്റ് ഫുഡ് പുറത്തുനിന്നേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കമ്പനിയിൽ ഫുഡും കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൊറോട്ടയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ നിങ്ങൾ ഈ അൽഫാം, ഷവർമ ഇതൊക്കെ കാണുന്നത് നമ്മൾ ഈ ഒരു ശമ്പളം കിട്ടുന്ന ആ ഒരു ദിവസം കഴിക്കുന്ന ഫുട്ടേജ് തന്നെ ഞാൻ കട്ട് ചെയ്ത് പല വീഡിയോസിലും കണ്ടന്റിന് വേണ്ടി ഇടയ്ക്ക് കട്ട് ചെയ്ത് കയറ്റുന്നത്. അതായത് ഒരു ചെറിയ ഉടായിപ്പ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആരും ഞാൻ എന്നും പുറത്തുനിന്ന് കഴിക്കുന്നതെന്നൊന്നും വിചാരിക്കരുത്. ആകെ ശമ്പളം കിട്ടുന്ന ആ ഒരു ദിവസമാണ് നമ്മൾ അൽഫാമോ ഷവർമയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത്. ബാക്കി ഞായറാഴ്ചകളിലൊക്കെ ഒന്നി ദോശ അല്ലെ പൊറോട്ട അല്ലെ ബ്രെഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2 ദിവസം മുന്നേ നമ്മൾ കഴിച്ചത് പൊറോട്ടയും ബീഫിൻ്റെ ഗ്രേവിയാണ്. അത് പീസല്ല, ബീഫിൻ്റെ ഗ്രേവിയാണ്. എല്ലാവരും നെയ്യും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതിന് ചെറിയൊരു നെയ്യല്ലാതെ ഒരു ചെറിയ പീസ് കിട്ടി, അത് മാത്രമേ കഴിച്ചുള്ളൂ. ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നെയ്യ് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. നെയ്യ് ശരീരത്തിന് കേടുമാണ്, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കഴിക്കാൻ. അങ്ങനെ ആ ഒരു ഗ്രേവി കൂട്ടി ആ ഒരു പൊറോട്ടയും കാര്യങ്ങളൊക്കെ മുഴുവനും കഴിച്ചു. ചായയും കുടിച്ചു. അത്യാവശ്യം നൈസ് പൊറോട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയി. പള്ളിയിൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെരുന്നാളിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.